പിന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഈ ജ്യൂസുകളുണ്ടല്ലോ, ഈ ജ്യൂസിൽ ഏകദേശം ജ്യൂസുകളിലൊക്കെ എന്തുണ്ടാവും? പാലും ജ്യൂസിനും പലതരം ജ്യൂസിനും പാല് പറ്റൂല. നമ്മൾ മാങ്ങ പാല് കൂട്ടാതെ അടിക്കൂല, പിന്നെ ജീവൻ പോകും. ഈ വല്ലാതെ നേരം പോകൂല, ജീവൻ പോകുന്നതാണ് ഉറപ്പാ. ജീവൻ പൊയ്ക്കോ. പക്ഷെ എന്നാലും ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണം എന്തിനാ? എൻ്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഈ ഉപ്പും ചാക്കും കൊണ്ട് നടക്കും പോലെ തന്നെ കൊണ്ട് ഒരു ആശുപത്രിയും മറ്റേ ആശുപത്രിക്ക് നടക്കണം പണിയായിരിക്കും. മനസ്സിലായി? ഇവിടെ ഹബീബായ നബി എന്താ പറയുക? ഇതാണ് നമ്മളെ മാനദണ്ഡം. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. നിങ്ങൾ ആരാധനയിലാണ് അലങ്കാരം എടുക്കേണ്ടത് പടച്ചോന്റെ മുന്നിൽ. കുലു, കഴിക്കാം, വഷ്റബു, കുടിക്കുകയും ചെയ്യാം. പക്ഷെ വലാ തുസ്രിഫു, നിങ്ങൾ എന്താണ് ഈ അമിതപ്പെടുത്തൽ? ചേർക്കാൻ പാടില്ലാത്തതിനെ ചേർക്കൽ അമിതപ്പെടുത്തൽ, പറ്റുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടൽ അമിതപ്പെടുത്തൽ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അതായത് റുത്തബിനെയും ഇതിനെയും കൂടുതൽ കഴിക്കൽ ഒരു അമിതപ്പെടുത്തൽ, അതല്ലാത്തതിനെ അതിലേക്ക് ചേർക്കൽ അത് വേറൊരു അമിതപ്പെടുത്തൽ. വലാ തുസ്രിഫു, അതിലേക്ക് ചേരാവുന്നതിനെ അതിലേക്ക് ചേർക്കാവൂ. മീൻ ബിരിയാണി തൈര് നിറച്ച്, ഇത് ഇസ്രാഫാണ്. ഇനി കുറച്ചാണെങ്കിലും ഇസ്രാഫാണ്. മനസ്സിലായില്ല? അരപ്ലേറ്റേ തിന്നുള്ളൂ. എന്ത് പറയട കുട്ടി? അരപ്ലേറ്റേ തിന്നുള്ളൂ. മീൻ ബിരിയാണി അരപ്ലേറ്റേ തിന്നുള്ളൂ. പക്ഷേ അതിൽ എന്തുണ്ട്? തൈരുണ്ട്, അത് ഇസ്രാഫായി. തിന്നൽ അരപ്ലേറ്റ് എൻ്റെ വയറിൻ്റെ ഭാഗത്തേക്കേ ഉള്ളൂ, പക്ഷെ ഇത് ഇസ്രാഫാണ്. എന്തുകൊണ്ട്? തൈരിനെ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ഇതൊക്കെ പഠിക്കണം. പഴം പാൽച്ചായ, പാലിലേക്ക് പറ്റുന്ന ഒരൊറ്റ പഴമാണ് നേന്ത്രപ്പഴം. പാലിലേക്ക് പറ്റുന്ന ഒരു പഴമേ ഉള്ളൂ. അതേതാ? നേന്ത്രപ്പഴം. പാല് കൂട്ടി കഴിക്കാൻ പ്രശ്നമില്ല. മനസ്സിലായി? ഏത് പഴവും പാല് അത് വേറിട്ട് കഴിക്കണം. പാലും ഈ പഴവും കൂട്ടിക്കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത കളിയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു പാല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പഴം എന്താണ്? നേന്ത്രപ്പഴം. രാവിലെ ചേർന്ന് നേന്ത്രപ്പഴം ഒരു ഗ്ലാസ് പാലും കുടിച്ചോ? പാല് തന്നെ, പാക്കറ്റ് പാലല്ല, പാല്. പാക്കറ്റ് പാലിനെ പറ്റി നമുക്ക് പിന്നീട് പറയും. ഇത് വെറുതെ ഇത് നല്ല നിലക്ക് പിരിയും നിങ്ങൾ വിചാരിക്കണ്ട. ഇത് നല്ല നിലക്ക് പിരിയില്ല. പാക്കറ്റ് പാലിന് പുരക്കാർക്കല്ല പീഡിയക്കാർക്കും അതേ പറ്റുള്ളൂ. അതിന് കൊഴുപ്പ് കൂടും. യൂറിയൊക്കെ കൊഴുപ്പുണ്ടാവും, കൃഷിക്കാർക്കറിയാം.